ഞാൻ ഇന്ന് ഇന്ത്യൻ ടു കാണാൻ പോയി. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ചാലക്കുടിയിലുള്ള ഡി സിനിമാസിൽ കാണാൻ പോയി. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഇന്നാണ് റിലീസായത്. അപ്പോൾ രാവിലെ മുതലേ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വലിയ റിവ്യൂവറൊന്നുമല്ല, സാധാരണ പോലെ ടിക്കറ്റ് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് റിവ്യൂ ഇടാണ്. റിവ്യൂ അല്ല, എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ കണ്ടാൽ മതി. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, ഇതിൻ്റെ ഡയറക്ഷൻ, മറ്റ് സിനിമാറ്റോഗ്രാഫി, കൊറിയോഗ്രാഫി, അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ എനിക്കറിയില്ല. എനിക്കിതിനെ പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഒരു 3 മണിക്കൂർ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഇന്ത്യൻ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തായിരുന്നു, അതൊരു മാജിക്കൽ മൂവിയായിരുന്നു. ഒരു കൾട്ട് മൂവിയാണ്. ഇപ്പോഴും ഞാനത് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട്. എൻ്റെ പല സീൻസും നമ്മൾ യൂട്യൂബിൽ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റിൻ്റെ പല സീൻസും നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. അതിൻ്റെ സോങ്സൊക്കെ ഒരുവിധം വരികളൊക്കെ നമുക്ക് ബൈ ഹാർട്ടാണ്. അപ്പോൾ ഈ സെക്കൻഡിൽ വരുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മൾ പ്രതീക്ഷിക്കണത് ഈ ലഞ്ചും അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. 3 മണിക്കൂർ ഭയങ്കര റഷായിട്ടാണ് പോണേ. അതിൽ കൂടുതലും ഈ അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ പറയണേ. പിന്നെ കമലഹാസൻ്റെ ഇൻട്രോ എങ്ങനെയായിരിക്കും എനിക്കൊരു ആകാംക്ഷ ഉണ്ടായി. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വൈബ് എനിക്ക് കിട്ടി. പിന്നെ BGM എന്തായാലും AR റഹ്മാൻ്റെ BGM തന്നെയാണ് അതിലിട്ടേക്കണേ. ഒരുവിധം മെയിൻ സീൻസിലൊക്കെ AR റഹ്മാൻ്റെ 1 BGM ഇട്ടാണ്. അത് ഒന്നോർത്ത് നന്നായി. കാരണം അനിരുദ്ധ് ട്രൈ ചെയ്തെങ്കിലും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാവും. പിന്നെ ഇമോഷണൽ ആയിട്ട് കുറച്ച് കണക്ട് ചെയ്ത ഭാഗങ്ങളുണ്ട്. അച്ഛൻ മകൻ പാസം, അമ്മ പാസം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ പടം എൻഗേജിങ് ആണ്. ഇത് രാവിലെ മുതൽ ഞാൻ ഇത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി അധികം വെച്ച് നീട്ടണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട സംവിധായകർ, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സിനിമ, പ്രത്യേകിച്ച് സെക്കൻഡ് പാർട്ടൊക്കെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് പോയി കാണണം. ഇനി കൂടുതൽ അഭിപ്രായം അറിഞ്ഞ് നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനത് കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ പോയത്. അപ്പോൾ എനിക്ക് തോന്നി ഈ റിവ്യൂ ഒക്കെ ഇവർ പറഞ്ഞ് പടം വെറുതെ മോശമാക്കാൻ എനിക്ക് തോന്നണം. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഷോയ്ക്കൊക്കെ പോയിട്ട് 6 മണിക്ക് രാത്രി, ഇപ്പോൾ ഒരു ഇതറിയാം, ന്യൂ ജനറേഷനൊക്കെ ഉറങ്ങണത് ഏകദേശം ഒരു 12 മണി, 1 മണി, 2 മണിക്ക് ആയിട്ടാണ്. അപ്പോൾ അവർ ഈ റിവ്യൂ ഇടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് പിറ്റേ ദിവസം 5 മണിക്കും 5:30 എനിക്ക് പോയി തിയേറ്ററിൽ പോയി 6 മണിൻ്റെ ഷോ കണ്ട് അവർക്ക് ഉറക്കം തന്നെ ശരിയായിട്ടില്ല. അപ്പം അവരത് പോയി ആ AC കിടന്ന് ഉറങ്ങി, അല്ലെങ്കിൽ ഒരു പടം കാണാനുള്ളൊരു കറക്റ്റ് മൂഡിലല്ല അവർ പോണേ, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇടയ്ക്ക് വെച്ച് ഉറക്കം വന്ന് ഉറങ്ങി. ശരീരം ടയേർഡാകുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കം ശരിയാവാണ്ടാകുമ്പോൾ അവർക്ക് ഉറക്കം വന്നവർ ഉറങ്ങി. അത് കഴിഞ്ഞ് പടം പൊട്ടയാന്ന് പറയണം. അപ്പോൾ കുറേ പേര് അത് കാരണം കാണാണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരു നഷ്ടമാണ്. കമലഹാസൻ ശരിക്കും പറഞ്ഞ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടത്തുന്നുണ്ട്. ഭയങ്കര എൻഗേജിങ് ആണ് കേട്ടോ. കഥയായാലും അതുപോലെ സമുദ്രകനി എന്ന് തോന്നാനുള്ള പേര് നല്ല അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. കുറേ പേര് കുഴപ്പമില്ല. ലേഡീസ്, മറ്റേ ഫീമെയിൽ ക്യാരക്ടറൊന്നും പറയാനൊന്നുമില്ല, പ്രാധാന്യം കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ കമലഹാസൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. തേർഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണെങ്കിൽ ധൈര്യമായിട്ട് 100 രൂപ, 150 രൂപ ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കയറിക്കുക. 3 മണിക്കൂർ നല്ല എൻഗേജിങ് ആണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ എനിക്ക് പടം നല്ല എൻഗേജിങ് ആയിരുന്നു. എനിക്കൊരു സ്ഥലത്തും ബോറടിങ് കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.